ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ്. ഒരുപാട് ചെടികളും മരങ്ങളും കിളികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എപ്പോഴും ഇവിടെ വീക്കെൻഡ്സിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെയാണോ നിങ്ങളും? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളും ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മൾ നാട്ടിലൊക്കെ വരുന്ന സമയത്ത്. ഇത് സ്ഥലം വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ സ്വന്തം പുനലൂരാണ് കേട്ടോ. പുനലൂർ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇതുപോലെ വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും നാട്ടിലൊക്കെ പോകാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവാറുണ്ടല്ലേ. ഒരുപാട് പൂക്കളോ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അത് വേറെ ആരും അല്ല, വരുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പുറത്ത് അച്ഛൻ്റെ ബ്രദറാണ് താമസിക്കുന്നത്. അവിടുന്ന് വരികയാണ്. ഞാൻ സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ചിട്ട് വെറുതെ കളിയാക്കി വിട്ടതാണ്. ഈ തുളസിത്തറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടുത്തെ അച്ഛൻ തന്നെ സമയം കിട്ടുന്ന സമയത്തൊക്കെ കലാവിരുത് കാണിക്കുന്നതാണ്. നല്ലൊരു തുളസിത്തറയാണ്. അച്ഛനും ഏട്ടനും ഇരുന്ന് പത്രം വായിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇതിവിടുത്തെ ആളാണ്. 27 വർഷം പഴക്കമുള്ള ഒരാളാണ്. അച്ഛൻ്റെ സ്വന്തം ജീവനാണ് കേട്ടോ. തേനീച്ചക്കൂടുണ്ട്. ഈ തേനീച്ചയിൽ നിന്ന് എടുക്കുന്ന തേനാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുടിക്കാറുണ്ട്, ചൂടുവെള്ളത്തിൽ നാരങ്ങയ്ക്ക് ഒഴിച്ചിട്ട്. ഇതാണ് കേട്ടോ അമ്മ, ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുകയാണ്. വേണ്ടേ, ഞാൻ പറഞ്ഞ വെള്ളം ഇതാണ് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ സ്വന്തം ഹണി ഒഴിച്ചിട്ട് കുടിക്കും. ഒരു ഗ്ലാസ് മൊത്തം ഞാൻ കുടിക്കും കേട്ടോ. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് കുടിക്കും. പിന്നെ അതാ തുടങ്ങി പത്രം വായന. നിങ്ങളെ കാണിക്കാനാണെങ്കിലും കുറച്ച് നേരം ഇരുന്ന് ഞാൻ വായിച്ചു കേട്ടോ. അങ്ങനെയൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പത്രമൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഡെയിലി പേപ്പർ വായിക്കാൻ പറയുമായിരുന്നു കേട്ടോ എൻ്റെ ഗ്രാൻഡ് പേരൻസ്. പിന്നെന്താ, ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയും വാങ്ങിയിട്ട് വന്നെയാണ് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ബെല്ലൊക്കെ ഉണ്ട്. ബെല്ലൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ അകത്തോട്ട് കയറി വരിക. ഇത് കണ്ടില്ലേ, റൂമൊക്കെ നല്ല ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവാനും നല്ല സ്മെല്ല് വരാനായിട്ടും ഇങ്ങനെ ദിവസവും കത്തിക്കാറുണ്ട് കേട്ടോ ഇവിടെ. അച്ഛൻ ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും താഴോട്ട് നോക്കിയിരിക്കുക. ഇഡ്ഡലിയാണ് രാവിലെ. ഇഡ്ഡലി സാമ്പാർ നല്ല അടിപൊളിയായിട്ട് അമ്മ വെക്കും കേട്ടോ. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വെച്ചതല്ല. ഇവിടെ വരുമ്പോൾ അമ്മയാണ് എല്ലാം വെക്കാറ്. ഇത് കണ്ടില്ലേ, എന്താണെന്നറിയോ? ഞാൻ എന്താണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയാ കുഞ്ഞി കിളി വന്ന് കൂട് കൂട്ടുകയാണെന്ന്. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. എനിക്ക് ദോശയാണ്. എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു. ശംഖുപുഷ്പവും ഈ മാല കെട്ടുന്നതൊക്കെ ഇവിടുത്തെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്, അമ്മയും അച്ഛനും. അപ്പോൾ ഇവിടുന്ന് തന്നെ പൂവ് കെട്ടിയിട്ട് പോകാറുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, കയറ് ഇതാക്കി കിട്ടുന്ന ചരടില്ലേ, അതിൽ നിന്ന് ചരട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എൻ്റെ ഫേസ് മാസ്ക് ഇട്ടതാണ്. എന്താണ്, കാപ്പിപ്പൊടി, തൈര്, നാരങ്ങ നീര്, പിന്നെ ടൊമാറ്റോ അതിൻ്റെ നീരും ഇതിട്ടിട്ട് നല്ലൊരു ഫേസ് മാസ്ക് ഇട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി ചക്കപ്പഴം കഴിച്ചു കേട്ടോ. നല്ല പഴുത്ത ചക്ക. ഇവിടെ എപ്പോഴും ചക്കയുണ്ട്. പിന്നെ അതായത് മഷ്റൂം തോരനാണ് കേട്ടോ ഇന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്, പോയി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഫ്രഷായി കേട്ടോ ഫേസ്. ഇനി അടുത്ത സെക്ഷൻ ഇതാണ് കേട്ടോ, കാറ് കഴുകുന്ന പരിപാടിയാണ്. ഇനി വീഡിയോസ് എടുക്കുന്നതിൻ്റെ മുൻപന്തിയിലായിട്ട് ആദ്യമേ കയറി അങ്ങ് നിന്നു കേട്ടോ കാറ് കഴുകാനായിട്ട്. ഞാൻ കാറ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കഴുകി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് കഴുകുക ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നു കേട്ടോ. ഏട്ട ഇവിടെ മാറി തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാനാണെങ്കിലും കാറൊന്ന് കഴുകാൻ കൂടെ ഒന്ന് സഹായിച്ചല്ലോ എന്ന്. അപ്പോൾ കേസ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. എൻ്റെ സ്വന്തം വീട് പോലെയാണ് കേട്ടോ. കണ്ണേറൊക്കെ നല്ലതുപോലെ ഉണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ ഒഴിഞ്ഞിട്ടതാണ് കേട്ടോ നിങ്ങളാ കണ്ടത്, കുടത്തിൽ കണ്ടത്. അപ്പോൾ ഇനി ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീക്ക് വീണ്ടും നാട്ടിൽ വരുമ്പോഴത്തേക്കും ഉള്ള വീഡിയോസിൽ കാണാം കേട്ടോ. ഇനി കുറച്ച് നാൾ നമുക്ക് ട്രിവാൻഡ്രത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. സോ ഗൈസ്, ബൈ.